ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കോഴിക്കോട് നിന്നും വായക്കാടേക്ക് പോകുന്ന സ്വകാര്യ ബസ്സിൽ നിന്നും സഹയാത്രികൻ പകർത്തിയ ഒരു വീഡിയോ ഒരു ദിവസം കൊണ്ട് 5 മില്യൺ കാഴ്ചക്കാരെയാണ് നേടിയത് എന്നുള്ളതാണ്. അപ്പോൾ ആ വീഡിയോയിൽ പ്രധാനമായിട്ടൊരു കാര്യമുണ്ടാകുമെന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ മുന്നേ ആ വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യാനായി ഞങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് എന്താണ് ആ വീഡിയോയിൽ പ്രത്യേകത എന്ന് നോക്കാം. അദ്ദേഹം വായക്കാട്ടേക്ക് സഞ്ചരിക്കുന്ന യാത്രാ മധ്യേ അദ്ദേഹം ഇരിക്കുന്ന സീറ്റിന്റെ മുൻവശത്തെ സീറ്റിന്റെ ഹാൻഡിൽ ഇളകിയത് കണ്ട് അദ്ദേഹം സ്വന്തം ബാഗിൽ നിന്നും ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തുകൊണ്ടിട്ട് അത് നന്നാക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്. എന്താണ് ഈ വീഡിയോക്ക് ഇത്ര പ്രത്യേകത എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ആ ചിത്രം ഒന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും, അദ്ദേഹം നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത് നമുക്ക് ദൈവം തന്ന വലിയൊരു അനുഗ്രഹമാണ്. ആ കാഴ്ച ഇല്ലാത്ത ഒരു മനുഷ്യനാണ് ആ ഒരു കർമ്മം ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് നിങ്ങളെ കണ്ണിൽ കാണുമ്പോൾ നിങ്ങൾക്കത് ചെറിയ സേവനമായിട്ട് തോന്നുമെങ്കിലും അദ്ദേഹത്തിൻ്റെ അകക്കണ്ണിൻ്റെ കാഴ്ച വെച്ചാണ് ആ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു സീറ്റ് നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അത് എത്ര വലിയ നന്മയാണ് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. കാരണം ഇന്നത്തെ കാലത്ത് കണ്ണിന് കാഴ്ച ഉള്ളവർ പോലും ചെയ്യാത്ത ഒരു കാര്യമാണ്. അദ്ദേഹം ഒരു സേവനം എന്നതിലുപരി അദ്ദേഹം ഒരു ഫേമസ് ആകാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും അദ്ദേഹത്തെ പുകഴ്ത്തുമെന്ന് വിചാരിച്ചിട്ടോ ഒന്നുമല്ല അദ്ദേഹം ആ ഒരു നന്മ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വത്തെ അവിടെ അടയാളപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കൊണ്ട് അദ്ദേഹം ഒരു ദിവസം കൊണ്ട് തന്നെ 5 മില്യൺ ആൾക്കാർ ഇദ്ദേഹത്തെ പുകഴ്ത്തുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാഴ്ചയ്ക്ക് വേണ്ട സഹായങ്ങൾ ഞങ്ങൾ ചെയ്യാമെന്ന രീതിയിലൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ നൂറുകണക്കിന് അല്ലെങ്കിൽ 10,000-കണക്കിന് മെസ്സേജുകളും കമൻറ്റുകളുടെയും അതുപോലെ തന്നെ അഭിനന്ദനങ്ങളുടെയും പ്രവാഹമാണ്. ഇതുകൊണ്ടെങ്കിലും അദ്ദേഹം രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തി പോലും അദ്ദേഹത്തിന് കാണാത്ത രീതിയിൽ അദ്ദേഹം കൈകൊണ്ട് തപ്പിപ്പിടിച്ചിട്ടാണ് ആ കേടായ വസ്തു അദ്ദേഹം നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ ഒരു നന്മ പറ്റാത്ത മനസ്സ് നമ്മുടെ കേരളത്തിൽ എത്ര ആൾക്കുണ്ട് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ചിന്തിച്ച് നോക്കണം. അത്തരമൊരു മനസ്സിൻ്റെ ഉടമകളാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ യാതൊരു പ്രശ്നങ്ങളും അതുപോലെ തന്നെ യാതൊരു ബുദ്ധിമുട്ടുകളും ആർക്കും ഉണ്ടാവാൻ വേണ്ടി സാധ്യതയില്ല. ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അതുകൊണ്ട് തന്നെയാണ് ആ വീഡിയോ നിങ്ങളിലേക്കും എത്തിക്കണമെന്ന് എനിക്ക് തോന്നിയത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു ഹൈപ്പ് കൂടി നൽകിയ ശേഷം വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.